സംസ്ഥാനത്ത് 6 ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. രജീഷ്, പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? നിഷ, സംസ്ഥാനത്ത് ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വരുന്ന 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പിൽ നൽകുന്നത്. നാളെയും മധ്യ കേരളത്തിലും ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. എറണാകുളം, ഒപ്പം തന്നെ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 27-ാം തീയതിയും സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ദിവസം മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് തെക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പില്ല. അതോട് ഒരു സൂചന നൽകുന്നത് മഴ ഒരു പക്ഷേ കേരളത്തിലേക്ക് എത്താൻ വൈകുന്നു എന്നൊരു സൂചന ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്നു. എന്നാലും ഇത് സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. നാളെ കേരളത്തിലേക്ക് കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരു പക്ഷേ വൈകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കുന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി തന്നെ നൽകുന്നു. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് കാലവർഷം കേരളത്തിലേക്ക് എത്താൻ വൈകുന്നു എന്നൊരു സൂചനയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അനിഷ. ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്.